ഇതൊക്കെ ഒന്ന് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചില ആൾക്കാർ എങ്ങനെ ഓതും, ഇത് ഒക്കെ ഒരേ മാതിരി പോകും. ഇത് ഏതെല്ലാം അക്ഷരം മാറ്റുണ്ടെന്ന് അത് പഠിക്കാൻ വേണോ? സാധ എനിക്ക് ചെറുപ്പത്തിൽ കഴിഞ്ഞില്ലേ, വലിപ്പത്തിൽ ഉസ്താദ്മാർ ഇവിടെ ഇല്ലേ, ഒന്ന് പോയി പഠിച്ചൂടെ? അതിനൊന്നും ഒഴിവില്ല. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ തെരഞ്ഞെടുക്കാം, ഞാനടക്കം. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അക്കാണും കുന്നിന്റെ ചാരത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണമുണ്ടെനിക്ക്. അമ്മക്കൾ കമ്മിഞ്ഞ പാലൂട്ടി വന്നിടും ഓളം എനിക്കൊന്ന് പിണനീക്കം. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് ഉൾക്കൊള്ളണേ. അവിടുന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നാലേ ആ ഷഖീ സഈദ് എന്ന് എഴുതപ്പെട്ടതുണ്ടല്ലോ, അത് തിരുത്തി എഴുതാൻ അഥവാ നരകാവകാശിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം അസ്സലാത്തു അലൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലലാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ബേജാറില്ലല്ലോ. ഈമാൻ കിട്ടാൻ പിന്നെ സലാത്തില്ലേ പോരെ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ സലാത്തില്ലേ പോരെ? സലാത്ത് അങ്ങനെ ചെല്ലന്നെ. അപ്പൊ നമുക്ക് സമാധാനം കിട്ടും. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലെണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവില്ലേ, അങ്ങ് വെറും നാലെണ്ണയില്ല യാചകരാണെന്നോ ഉണ്ട് സഖി. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. എന്നാൽ നിങ്ങളോട് ഒറ്റ സന്തോഷം പറയട്ടെ, നിങ്ങളുണ്ടോ സ്വലാത്ത് ചൊല്ലാൻ? നലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ടില്ലേ? ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയാൽ വരുണ്ടാവും. ഉണ്ട്. കൈ പൊക്കാൻ പറഞ്ഞപ്പോ രണ്ട് കൈയും പൊന്തിച്ചിങ്ങനെ വിടല്ലേ. മദ്രസിലെ കുട്ടികള്, സ്കൂളിലെ കുട്ടികൾ ഹാജരുണ്ടോ എന്ന് ഉമ്മയാണ് നോക്കലും. അതെങ്ങനെ പരിപാടി? കയ്യാണ്ട് വിടുക, ഹാജറായി. കൈ ഇങ്ങനെ വെച്ചാലേ കയ്യാണ്ട് വിട്ടുകൊടുക്കുക, അപ്പോൾ അവിടെ ഹാജറുണ്ട്. ഏതായാലും അള്ളാഹ് കാക്കട്ടെ. എന്തായാലും നമ്മൾ വേറൊരു സംഭവം ഉണ്ട്. എനിക്കൊരു ഈ മദ്രസൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ഓ അൽഹംദുലില്ലാ സലാത്തിന്റെ ആൾക്കാർ അത് വരുന്നത്. ഇതൊരു സലാത്ത് ഗ്രൂപ്പ് പറ്റാണോ? ഏതായാലും മദ്രസിലെ കുട്ടിയൊക്കെ, ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നമ്മളെ കൂട്ടുകാരെ ഇരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു നല്ല രസമുണ്ട് ഉസ്താദ്. എന്താന്ന് വെച്ചു, എൻ്റെ ഭാര്യക്ക് ഇപ്പൊ അക്ഷരമൊക്കെ മനസ്സിലായി. 1ാം ക്ലാസ്സിലെ കുട്ടിനെ പഠിപ്പിക്കുകയാണ്. പക്ഷെ പഠിപ്പിക്കുമ്പോ നമ്മൾക്ക് എന്താവും, ഇതൊക്കെ ഒന്ന് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചില ആൾക്കാർ എങ്ങനെ ഓതും, ഇത് ഒക്കെ ഒരേ മാതിരി പോകും. ഇത് ഏതെല്ലാം അക്ഷരം മാറ്റുണ്ടെന്ന് അത് പഠിക്കാൻ വേണോ? സാധ എനിക്ക് ചെറുപ്പത്തിൽ കഴിഞ്ഞില്ലേ, വലിപ്പത്തിൽ ഉസ്താദ്മാർ ഇവിടെ ഇല്ലേ, ഒന്ന് പോയി പഠിച്ചൂടെ? അതിനൊന്നും ഒഴിവില്ല. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താ തെരഞ്ഞെടുക്കാം, ഞാനടക്കം. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇൽമ പഠിച്ചാൽ അത് കാര്യം ഉണ്ടാകും. അല്ലെങ്കിൽ സുയിപ്പ് തന്നെയാണ്. യാസീനൊക്കെ കുറേ തെറ്റുകൾ തിരുത്താനുള്ള പറയാൻ അങ്ങനെ വരും. പിന്നെ അങ്ങനത്തെ ഒരു അവസരം കിട്ടണ്ടേ? എങ്ങനെ അവസരം എന്ന് പറഞ്ഞാൽ, യാസീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി, എല്ലാ നാട്ടിലും ഒരേ സ്ഥലത്തെ തെറ്റുണ്ട്. അതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ അതിന്റെ മുന്നേ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഖശിയർ റഹ്മാന ബിൽ ഗൈബ് എന്ന് പറഞ്ഞ ആ ആയത്ത് എത്തുമ്പോൾ കാണാം വഖശിയർ റഹ്മാനു ബിൽ ഗൈബ്.
വഖശിയർ റഹ്മാനു, അള്ള പേടിച്ചു. റഹ്മാന എന്ന് പറഞ്ഞാലോ അള്ളാനെ പേടിച്ചു. എന്തോ ഒരു അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങനെ പോയിട്ട് ഇത്തബ്യൂമല്ലായസരിക്കും, അവിടെ എല്ലാവർക്കും അതാണ് ഒരു തെറ്റ്. പിന്നെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് കുറേ സ്ഥലം ഉണ്ടല്ലോ പഠിച്ചോനെ, ഓർമ്മയിലും വരുന്നില്ലല്ലോ. ഏതായാലും അങ്ങനെ കുറേ സ്ഥലങ്ങൾ സ്ഥിരമായി തെറ്റുന്ന സ്ഥലമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ തിരക്കടില്ല. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒന്നിന് കൂലിട്ടൂല. കൂലി കിട്ടണ്ടേ നമുക്ക്? ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളെ വിഷയത്തിൽ കിടക്കുക. സ്വലാത്ത് ചൊല്ലാൻ റെഡിയുള്ള ആൾക്കാർ മുഴുവനും ഇങ്ങോട്ട് വന്ന് എന്നാ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ്. നിങ്ങൾ കുത്തുബിയത്ത് കേട്ടിട്ടില്ലേ? കുത്തുബിയത്തിന്റെ കുറേ വരികൾ ബെയ്ത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അതിന്റെ മുമ്പ് ഒരു ഹദീസ് ഓതാറുണ്ട്. ആ ഹദീസിൽ ഒരുപാട് ജിന്നുകളെ പേര് പറയാറുണ്ട്. എന്നാൽ അതിലൊരു സഹാബിയായ ജിന്നുണ്ട്. ആ സഹാബിയായ ജിന്ന് ഒരിക്കൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിക്കൂടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഉമ്മാന്റെ ഗർഭത്തില്, ഉമ്മാന്റെ വയറ്റില് 4 മാസമാകുമ്പോ ഷഖിയാണോ സഈദാണോ എന്ന് എഴുതപ്പെടും. സ്വർഗാവകാശിയാണോ നരകത്തിലാണോ എഴുതപ്പെടും. പിന്നെ അതിൽ നിന്ന് മാറ്റി എഴുതപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് ഉൾക്കൊള്ളണേ. അവിടുന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നാലേ ആ ഷഖീ സഈദ് എന്ന് എഴുതപ്പെട്ടതുണ്ടല്ലോ, അത് തിരുത്തി എഴുതാൻ അഥവാ നരകാവകാശിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം അസ്സലാത്തു അലൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലലാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ ബേജാറില്ലല്ലോ. ഈമാൻ കിട്ടാൻ പിന്നെ സലാത്തില്ലേ പോരെ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ സലാത്തില്ലേ പോരെ? സലാത്ത് അങ്ങനെ ചെല്ലന്നെ അപ്പൊ നമുക്ക് സമാധാനം കിട്ടും. അതേപോലെ മൗലിദ് വീട്ടിലൊന്ന് അടുത്ത് വെക്കി, അപ്പത്തിന്റെ കൂടുതൽ കുറെ ആൾക്കാർ ചെല്ലുന്നവരുണ്ടാവൂലേ? അങ്ങനെ ചെല്ലുന്നവർ പുറമെ നിങ്ങൾ വീട്ടിൽ അവിടുത്തെ നാട്ടിലെ ഉസ്താദ്മാരെ, അപ്പൊ നമ്മളെ വിളിക്കണം എന്ന് പറയാത്തതുകൊണ്ട് സുഖമായിട്ട് പറയാം, നാട്ടിലെ ഉസ്താദ്മാരെ വിളിക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു മൗലൂദ് നടത്തിക്കോളി. ഉസ്താദിനെ വിളിച്ചാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, ഞങ്ങൾ നടത്തട്ടെ, ഞങ്ങൾ ഒറ്റക്ക് നടത്തിക്കോളി. സ്വകാര്യമായിട്ട് റൂമിൽ അടച്ചിട്ട് ചൊല്ലിക്കോളി, എന്നാലും കൂലിട്ടും. പക്ഷെ ഉസ്താദിനെ നടത്തിയാൽ എന്താ അറിയോ, അതൊരു ബർക്കത്താണ്, അത്രമാത്രം. ഏതായാലും മങ്കൂസ് മൗലൂദ് ഓതുമ്പോ അതെന്നെങ്കിലും ഒന്ന് പൂർത്തിയാക്കണേ. അത്രയും കൂടി പറയാണ്ട് മങ്കൂസ് ഫുള്ള് ഓതുക, അഷ്റഖി ഓതുക, അങ്ങനെ ഓരോ വീട്ടിലും നടക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഈ കൊറോണ പറഞ്ഞ സാധനം പാറിപ്പോകും. അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് തരട്ടെ. മനസ്സ് നന്നാകാന്ന് പറഞ്ഞാല് ചെല്ലണം, അങ്ങനെ പോരാ, ചെല്ലണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മളോട് എവിടെ പോയാലും, എന്നോട് എവിടെ പോയാലും പറഞ്ഞൊരു പാട്ടുണ്ട്. അതിഞ്ഞിപ്പോ ഈ ലൈവിലും ഇനി പാടാൻ പറ്റൂലേ, കാരണം 1000 വട്ടം ആൾക്കാർ കേട്ട് മടുത്തിക്കണം. എന്നിട്ട് പിന്നെയും പറയും ഒരു പരിപാടിക്ക്, ഉസ്താദ് നിങ്ങൾ അതൊന്ന് പറഞ്ഞിട്ടോ, പിന്നെ പാടൂ. ആ മാൻ്റെ അതന്നെ പാടണല്ലേ, കണ്ടോ? അതെന്തോ കറാമത്തുള്ള പാട്ടാ. ആകെ 2 വരി 3 വരിറ്റേ ഉള്ളൂ. പക്ഷെ അതിൽ മദ്ഹുണ്ട്. മദ്ഹ് ഉള്ളത് കൊണ്ട് നിങ്ങളൊന്ന് മുട്ടിയാണ്. ബിസ്മില്ലാ. അക്കാണും കുന്നിന്റെ ചാരത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ 2 എണ്ണമുണ്ടെനിക്ക്. അമ്മക്കൾ കമ്മിഞ്ഞ പാലൂട്ടി വന്നിടും ഓളം എനിക്കൊന്ന് പിണനീക്കാൻ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ആറ്റിൽ നബിയെ വാഴ്ത്തി കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു. ആറ്റൽ നബിയെ വാഴ്ത്തി കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഇക്കാണും കാട്ടാറാബി ഇന്ന് കാലത്ത് വന്നെന്നെ വേട്ടയാടി പിടിച്ചു. ഇക്കാണും വൃക്ഷത്തിന് ചോട്ടിൽ തളച്ചിട്ട് അപാപിഹാനി
മുദ്രയിൽ ലയിച്ചു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ആറ്റൽ നബിയെ വാഴ്ത്തി കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു ആറ്റൽ നബിയെ വാഴ്ത്തി കാട്ടിൽ നിന്നൊരു മാൻ വിളിച്ചു യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബ